നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കല്യാണം ഡിവോഴ്സിലാണ് ചെന്ന് അവസാനിക്കാൻ പോകുന്നത്. അവൾ എന്തൊക്കെ മണ്ടത്തിനാ ഡാഡി പറഞ്ഞിട്ട് പോയത്? അവക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ലല്ലോ. ഇത് നമ്മൾ നിയന്ത്രിക്കുന്ന കളിയാ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാത്രമേ നടക്കൂ. ബാക്കി എല്ലാവരും നമ്മുടെ കൈകളിലെ കളിപ്പാവുകൾ മാത്രമാണ്. നീ പറഞ്ഞ ബുക്കൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ചേച്ചി എന്താ മോളെ? ഈ കല്യാണത്തില് ചേച്ചിക്ക് എതിർപ്പുണ്ടോ? ഞങ്ങളെല്ലാരും പറഞ്ഞുകൊണ്ട് മാത്രമാണോ ചേച്ചി സമ്മതിച്ചതെന്ന് എനിക്കൊരു സംശയം. അതും ഒരു കാരണമാണ്, അത്രേ ഉള്ളൂ. സഞ്ജയ് ചേച്ചിക്ക് ചേർന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ചേച്ചിയുടെ ഇഷ്ടമാണ് ഏറ്റവും വലുത്. അങ്ങനെ എല്ലാം നോക്കി കല്യാണം കഴിക്കാനുള്ള സാഹചര്യമൊന്നും ചേച്ചിക്കിപ്പ ഇല്ല. നാട്ടിൽ ആവശ്യത്തിന് ചീത്തപ്പേരും വീട്ടിൽ ആവശ്യത്തിലധികം കടവുള്ളൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ല മോളെ. കിട്ടുന്ന പയ്യനെ കല്യാണം കഴിച്ച് ജീവിക്കേ നിവൃത്തിയുള്ളൂ. ചേച്ചി എന്താ അമ്മായിയെ പോലെ സംസാരിക്കുന്നേ? അമ്മായി പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ സത്യമുണ്ട് മോളെ. അത് മനസ്സിലാക്കാൻ ചേച്ചി കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. എല്ലാം തികഞ്ഞ ഒരാള് വന്ന് എന്നെ രക്ഷിക്കുമെന്ന് സ്വപ്നം കണ്ടു നടക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. എനിക്ക് പ്രേമമൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന ആലോചനകളിൽ കൊള്ളാവുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക മാത്രമല്ലേ പറ്റൂ. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് സഞ്ജയ് നല്ലവനാണ്, എനിക്ക് ചേർന്നവനാണെന്നൊക്കെ. സഞ്ജയ് ഒരു നല്ല ആളാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷേ നകുലിന്റെ ആലോചന വന്നപ്പോഴും എനിക്കിങ്ങനെ തന്നെയാ തോന്നിയത്. അയാളൊരു സൈക്കോ ആണെന്ന് പിന്നീടല്ലേ മനസ്സിലായേ. നകുലന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് ചോദിച്ചു നോക്കാൻ പറ്റുമോ? ആ കാര്യത്തിൽ എല്ലാവർക്കും അബദ്ധം പറ്റി. സ്റ്റേഷനിലുള്ളവരും അയാൾ നല്ലവനാണെന്ന് തന്നെയാണ് വിശ്വസിച്ചത്. അയാൾ എങ്ങാനും ചേച്ചിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് കുറ്റബോധം ഉണ്ടായേനെ. മോളെ, ജീവിതത്തിലെല്ലാം നമ്മൾ കണക്കുകൂട്ടിയതുപോലെ നടക്കണമെന്നൊന്നുമില്ല. എന്തായാലും എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ തീരുമാനങ്ങൾ തെറ്റിയെന്ന് കരുതി ഞാൻ ആരെയും കുറ്റം പറയില്ല. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ആലോചിക്കാതെ മോള് പോയി പഠിക്കാൻ നോക്ക്. ചെല്ലടി. നീ എന്താടാ മുണ്ടും ഷർട്ട് വിടാത്തത്? ഓ, കഴിഞ്ഞ തവണ അതിട്ട് പോയപ്പോ അത്ര നല്ല അനുഭവം അല്ലല്ലോ ഉണ്ടായത്. അതുകൊണ്ട് ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. നിനക്ക് ടെൻഷൻ ഉണ്ടോടാ? ഏയ്, ചെറുതായിട്ട്. ഡാഡി പറഞ്ഞതുപോലെ പെണ്ണുങ്ങളുടെ മനസ്സല്ലേ, എപ്പോഴാ മാറുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ ടെൻഷൻ അടിക്കണ്ട. ഈ തവണ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അവള് ഒരുങ്ങിയില്ലേ ശാലിനി? ഏയ്, അവക്കിനി കുറെ സമയം എടുക്കും. അവളെ കൂട്ടണമെന്ന് എന്താ എത്ര നിർബന്ധം? നമുക്ക് പോകണ്ടാടി. ഒന്നും ഉണ്ടായിരടാ. ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പോകുമ്പോൾ കുടുംബത്തിലെ സ്ത്രീകൾ ആരെങ്കിലും വേണം. നമ്മുടെ കുടുംബത്തിലെ പെണ്ണായിട്ട് ആകെയുള്ളത് അവളല്ലേ. അപ്പോ അവളെയും കൂട്ടി പോയാ മതി. എന്നാ ഇപ്പോഴൊന്നും പോക്ക് നടക്കൂല ഗോപാൽജി. നീ കൃത്യസമയത്താണല്ലോ എത്തിയത്. എങ്ങോട്ടാ ഗോപാൽജി പോകുന്നത്? അതൊക്കെ പറയാം. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ ഗോപാൽജി? മഞ്ജു കല്യാണത്തിന് സമ്മതിച്ചു. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, സത്യമല്ല അവൾ മനസ്സിലാക്കി മഞ്ജുവിന്റെ മനസ്സ് മാറുമെന്ന്. ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചു.
എന്താ ഗിരിക്ക് കേട്ടിട്ട് ഒരു സന്തോഷമില്ലാത്തത്? ഏയ് അങ്ങനെയൊന്നുമില്ല സഞ്ജു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ആ, നമ്മളിപ്പോ നേരെ മഞ്ജുവിന്റെ വീട്ടിലേക്കാ പോകുന്നത്. മഞ്ജു കല്യാണത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേഗം തീരുമാനിക്കണം. അല്ല, മഞ്ജു കല്യാണത്തിന് സമ്മതമാണെന്ന് ഗോപാൽജിയോട് നേരിട്ട് പറഞ്ഞു. ഇല്ല, പക്ഷേ അവിടെ അമ്മായി ഇവിടെ വന്ന് മഞ്ജുവിന് സമ്മതമാണെന്ന് പറഞ്ഞു. അവരുടെ വാക്ക് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഗോപാൽജി? കഴിഞ്ഞ തവണ നമ്മൾ മഞ്ജുവിന്റെ വീട്ടിൽ പോയപ്പോ അവര് തന്നെയല്ലേ ഗോപാൽജിയോട് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത്. എന്നിട്ട് സഞ്ജുവിനെ കൊണ്ടു ചെന്നപ്പോ മഞ്ജുവിനോട് ചോദിക്കാതെയാണ് അവര് സമ്മതം അറിയിച്ചതെന്നും പറഞ്ഞ് അപമാനിച്ചു വിട്ടു. അതൊക്കെ അവര് വെറുതെ നാടകം കളിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാധവന്റെ കുടുംബമല്ലേ, അവർക്ക് നമ്മളോടൊരു പകയില്ലേ? അവര് നമ്മളെ വീണ്ടും വിളിച്ചു വരുത്തി അപമാനിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഞാനും അച്ഛനോടത് പറഞ്ഞു, പക്ഷെ കേൾക്കണ്ടേ? ഇവര് പോകുന്നത് പോരാഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവുക. ഇവൻ പറയുന്ന കേട്ട് അച്ഛൻ തുള്ളാൻ നിൽക്കണ്ട. സ്വയം പോയി നാണം കെട്ട് പോരാഞ്ഞിട്ട് ഇപ്പൊ കുടുംബസമേതം കൊണ്ടുപോകാൻ പോവാ ഇവൻ. നിനക്ക് വരാൻ സൗകര്യം ഇല്ലെങ്കിൽ നീ വരണ്ട. അവൾ എന്തായാലും വരും. ഗോപാൽജി, നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? മോനെ, നീ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതെന്റെ മകന്റെ കല്യാണത്തിന്റെ കാര്യമാണ്. ഇതിന് ഞാൻ എന്ത് റിസ്ക് എടുക്കും? ഒരച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് അതിൽ ഒരു വിഷമവുമില്ല. എന്നാലും നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നിനക്ക് ഹരിത ഓർമ്മയില്ലേ? ഇവനെതിരെ കള്ളക്കേസ് കൊടുത്ത പെൺകുട്ടി. അവള് മഞ്ജുവിനെ കണ്ട് സത്യമെല്ലാം തുറന്നു പറഞ്ഞു. എന്റെ മോൻ നിരപരാധിയാണെന്ന് മഞ്ജുവിന് മനസ്സിലായി. ആ മാധവൻ സഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ കുറ്റക്കാരനാക്കിയതിൽ മഞ്ജുവിന് കുറ്റബോധമുണ്ട്. സഞ്ജുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോ അവൻ നല്ലവനാണെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവൻ കല്യാണത്തിന് സമ്മതിച്ചത്. നീ ധൈര്യമായിട്ട് വാ. ഇവന്റെ കല്യാണം നിശ്ചയിച്ചിട്ട് നമുക്ക് ഇങ്ങ് വരാം. ഞാൻ വരാം ഗോപാൽജി. പക്ഷേ ഇത്തവണ അവര് ഏതെങ്കിലും രീതിയിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ ഞാൻ പ്രതികരിക്കും. അപ്പൊ ഗോപാൽജി എന്നെ തടയരുത്. ഇല്ല, തടുകില്ല. പോരെ? ഓക്കെ. നീ ഒന്ന് നിന്നേ. നീ എന്ത് ചെയ്തിട്ടാ ഹരിത മഞ്ജുവിനോട് നുണ പറഞ്ഞ്? ഹരിത നുണ പറഞ്ഞാണെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? എനിക്ക് നിന്നെ അറിയില്ലേ? നീ ഉറപ്പായും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കാണും. നീ അവൾക്ക് കാശ് കൊടുത്തോ അതോ ഭീഷണിപ്പെടുത്തിയോ? വെറുതെ ഹരിത മഞ്ജുവിനോട് നീ നിരപരാധിയാണെന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് വിശ്വസിപ്പിക്കേണ്ടത് മഞ്ജുവിനെയായിരുന്നു. അവൾ അത് വിശ്വസിച്ചിട്ടുണ്ട്. എനിക്കത് മതി. നീ എന്താടാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? വാടാ. ഞാനില്ല ഗോപാൽജി. അവിടെ വെച്ച് എന്തെങ്കിലും മോശമായ സംസാരം ഉണ്ടായ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ ചെല്ല്, ഞാൻ ഇവിടെ നിന്നോളാം. ചെല്ല്. നിന്റെ ഇഷ്ടം പോലെ അവളെ. വരണം വരണം. അതാട്ടെ. വാ ഇരിക്കെ. ഇങ്ങോട്ടിരിക്കും മോനെ. ഈ തവണ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചു. ഇനി വീണ്ടും ഞങ്ങളെ ചതിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ?